തീരെ ശരിയായില്ല. അയാൾ ഭയങ്കര ഏജ് ഓവറല്ലേ ഈ IT ഫേമിൽ. അയാൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, അത് നമ്മൾ വാല്യൂ ചെയ്യണ്ട. അയാൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ എനിക്ക് എന്തായാലും അയാൾ തീരെ താല്പര്യപ്പെട്ടില്ല. ഒന്ന് പോടാ. ഹായ് നീതു, പാർവതി, രണ്ടാളും ഉണ്ടല്ലോ. ഹായ് ജോൺ, കുറെ നാളെയല്ലേ കണ്ടിട്ട്. നീ ഇപ്പൊ എന്താ ചെയ്യണേ? ഞാനിപ്പോ ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനി നടത്തുക. ഈ കുട്ടി എനിക്ക് പരിചയമില്ലല്ലോ. ആ അത് പോട്ടെ. നീതു, എന്തൊക്കെയുണ്ട്, സുഖാണോ? ആ, നമ്മളിങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു. എക്സ്ക്യൂസ് മീ. നീലു, നീ കണ്ണു തുടക്കി. ചെറുപ്പത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ നീലുവിനെ തിരിച്ചറിയാൻ എനിക്ക് രണ്ടാമതും നോക്കണമെന്നില്ല. നിനക്കെന്നെ ഇഷ്ടമാണെങ്കിൽ എന്നും കൂടെ ഞാനുണ്ടാകും. എന്തു പറയുന്നു? നീ കണ്ണു തുടച്ചിട്ട് എന്നോട് വാ. ഇവനിപ്പോ അങ്ങോട്ട് പോയില്ലേ ഉള്ളൂ. ഇത് നീലിമ, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാ. ആ നീലിമ, ഇതെൻ്റെ ഫ്രണ്ട് ആൻഡ് പാർട്ട്ണർ നിതിൻ. ടൈമായി, നമുക്ക് പോവാം. ബൈ നീലിമ, ഞാൻ വിളിക്കാം. ഡാ, എന്തുട്ടാടാ നിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ പറ്റി പറഞ്ഞപ്പോ നിനക്കൊരു കള്ളച്ചിരി? അതൊക്കെയുണ്ട്, അതല്ലേ ഞാനിപ്പോൾ അവളെ പ്രപ്പോസ് ചെയ്തത്. എന്തുട്ട്, നിനക്ക് വട്ടായ? അതെ, ഞാൻ അവളെ വിവാഹം കഴിക്കാൻ പോവാണ്. ഒരു മിനിറ്റ്. ചെറുപ്പത്തിലൊരു ചെറിയ പരിചയത്തിന്റെ പേരിൽ ഒരു കല്യാണം വരെ ഫിക്സ് ചെയ്യാൻ നീ മണ്ടനാണോ? അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. ചാർജ് കഴിഞ്ഞല്ലോ. നീ ഒന്ന് തിങ്ങി. എടാ ജോണേ, നീ ഇപ്പോൾ അവിടെ പിന്നാലെ നടന്നിട്ടൊരു കാര്യമില്ല. അതിപ്പോൾ ഞാനവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും അവൾ തിരിച്ച് ഇഷ്ടമാണെന്നേ പറയൂ. അവളെല്ലാവരോടും ഒരേപോലെടാ. നീ ഒന്ന് മറിച്ച് ചിന്തിച്ചോ. നിന്നിപ്പോൾ ഒരു സുന്ദരിയായി പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞു, നീ ഇഷ്ടമാണെന്നല്ല പറയുള്ളൂ. അതിപ്പോൾ ചിലപ്പോൾ ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു തരും. നീ പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആരെ പോലെ ആണെന്ന്? ദേവിനെ പോലെ? ഒരു മിനിറ്റ്, എനിക്ക് എന്താണ് ഒരു കുഴപ്പം? നിനക്കൊരു കുഴപ്പമില്ല എൻ്റെ അളിയാ. ഇത് കേട്ടാ ഒരു ഷർട്ട് എടുക്കാനാണ് നമുക്ക് ഇത്രയും റോള് വേണ്ടല്ലേ? നിങ്ങൾ വന്നേ. ആ മതി മതി, കേറ്. ഓ ഗ്ലാസ്. ശരി, ചെറുപ്പത്തിൽ നിനക്ക് അവളെ ഇഷ്ടമായിരുന്നു. അത് വിചാരിച്ച് ഇപ്പൊ അവള് നിന്നെ ചതിക്കില്ലെന്ന് നിനക്കാണ് അത്ര ഉറപ്പ്?
ഇനിയിപ്പം മോളിലെന്താവോ? ഹായ്. ഹായ് നീലിമ, എന്താ ഇവിടെ? ഞങ്ങൾ ഇത്തിരി ഷോപ്പിംഗ്. ഇതെന്റെ കസിനാ വിഷ്ണു. സോറി നീലിമ, ഞങ്ങൾ ഇച്ചിരി ബിസിയാണ്. കാരണം ഇവൻ്റെ ഈ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഹെയർ ഒന്ന് കളർ ചെയ്യാൻ. കണ്ടില്ലേ, ഈ സയർക്ക് ഫെയിൽ ആയിരിക്കുന്നു. ഞാനിപ്പോൾ എന്താ ചെയ്യാം? ഞങ്ങൾ പോട്ടെ. ഇവനൊരു ചെറിയ വാ. അല്ലടാ, എന്നാലും ഇയാളെങ്ങനെ ഇങ്ങോട്ട് വരണേ? ഹലോ സാർ, സാർ എന്താ ഇവിടെ? ഞാൻ ജസ്റ്റ് ഫ്രഷ് ആവാൻ വന്നതാ. ഞാൻ സാറിനെ കാണാതിരിക്കായിരുന്നു. അച്ഛൻ മരിച്ച പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സാർ ആ ജോലി തന്നില്ലായിരുന്നെങ്കിൽ. ഹേയ്, ഞാൻ തൻ്റെ എക്സ്പീരിയൻസിന് മാത്രമാണ് തന്നെ എടുത്തത്. സാർ, ഞാൻ പോട്ടെ. ഞാൻ എൻ്റെ അനിയത്തിയെ പിക്ക് ചെയ്യാൻ വന്നത്. ഓക്കെ. ആ ശരി. അപ്പെല്ലാം പ്ലാനിങ് ആയിരുന്നല്ലേ? നീ വാ പോവാ. ഏ